ഹായ് കുട്ടികളെ, ഞാനിന്ന് ഒരു കഥ പറയാൻ പോകുകയാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കഥയുടെ പേരാണ് പാഠം പഠിച്ചേ. ഞാൻ ഈ കഥ വായിക്കട്ടെ. പാഠം പഠിച്ചേ. ജഞ്ചീരങ്കാട്ട് തത്ത എന്നാണ് മിന്നു എന്ന കുഞ്ഞിക്കിളിയുടെ താമസം. ഒരു ദിവസം മിന്നുക്കിളി തങ്കന്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, തങ്കച്ചേട്ടാ, എൻ്റെ കൂട്ടുകാരിയുടെ പിറന്നാൾ ആഘോഷത്തിന് പോകാൻ എനിക്ക് ഒരു കുപ്പായം തുന്നി തരുമോ? കിളികൾക്കൊന്നും കുപ്പായം തുന്നാൻ എനിക്ക് നേരമില്ല. രാജാവിൻ്റെയും മക്കളുടെയും കുപ്പായങ്ങൾ മാത്രമേ ഞാൻ തുന്നാറുള്ളൂ. കടന്നുപോയിക്കോ. തങ്കൻ ദേഷ്യപ്പെട്ടു. അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുതേ. എനിക്ക് ഒരു കുപ്പായം മാത്രം തുന്നി തന്നാൽ മതി. മിന്നുക്കിളി കെഞ്ചി പറഞ്ഞു. നിന്നോടല്ലേ പറഞ്ഞത് ഇത്തിരി പോന്ന കിളി, കുപ്പായം തുന്നാൻ എനിക്കു നേരമില്ലെന്ന് തങ്കൻ മിന്നുക്കിളിയെ ഒറ്റ തള്ളു. പാവം മിന്നുക്കിളി തെറിച്ചു വീണു. കീ കീ അവൾ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് പറന്നുപോയി. ഇതു ചിന്നൻ എന്ന എലിക്കുട്ടൻ കണ്ടു. എന്തു പറ്റി? അവൻ ചോദിച്ചു. മിന്നുക്കിളി നടന്നതെല്ലാം ചിന്നനോട് പറഞ്ഞു. അഹങ്കാരിയെ ഒരു പാഠം പഠിപ്പിക്കാം, ചിന്നൻ പറഞ്ഞു. അന്നു രാത്രി ചിന്നൻ തങ്കന്റെ തയ്യൽ കടയിലെത്തി. രാജാവിന് തയ്ച്ചു വച്ചിരിക്കുന്ന പട്ടുകുപ്പായം അവൻ കരണ്ടു മുറിച്ചു. എന്നിട്ട് അതു നന്നായി മടക്കി വച്ചു. പിറ്റേന്ന് ഇതൊന്നും അറിയാതെ തങ്കൻ മടക്കി വച്ചിരിക്കുന്ന കുപ്പായവുമെടുത്ത് രാജാവിന്റെ അടുത്തേക്ക് പോയി. മഹാരാജാവേ, ഇത്രയും മനോഹരമായി ഞാനൊരു കുപ്പായം ഇതുവരെ തുന്നിയിട്ടില്ല. തങ്കൻ കുപ്പായം രാജാവിന് കൊടുത്തു. രാജാവ് വേഗം കുപ്പായം നിവർത്തി നോക്കി. അപ്പോൾ അതാ കുപ്പായം അവിടെയും ഇവിടെയും എല്ലാം കീറിയിരിക്കുന്നു. അഹങ്കാരി, നമ്മെ കളിയാക്കുന്നു. പട്ടുകുപ്പായം മുഴുവൻ വെട്ടി നശിപ്പിച്ചു. നിന്നെ ഇനി ഈ വഴി കണ്ടുപോകരുത്. രാജാവ് അലറിക്കൊണ്ട് തങ്കനെ എടുത്തു ഒറ്റയേറി. പേടിച്ചുപോയ തങ്കൻ തിരിഞ്ഞു നോക്കാതെ ഓടി. ഇതെല്ലാം രാജാവിന്റെ ഗുഹയിലേക്ക് മുൻപിൽ ഒളിപ്പിച്ചിരിക്കുന്ന ചിന്നനും മിന്നനും കാണുന്നുണ്ടായിരുന്നു. ചേട്ടാ, രാജാവിന് കുപ്പായം ഇഷ്ടമായല്ലോ അല്ലേ? ചിന്നൻ
വിളിച്ചു ചോദിച്ചു. അപ്പോഴാണ് കുപ്പായം കരണ്ട് മുറിച്ചത് ചിന്നനാണെന്ന് തങ്കനു മനസ്സിലായത്. പിന്നീട് ഒരിക്കലും തങ്കൻ വലിയ ചതിക്കാരനാണെന്ന് അഹങ്കാരിച്ചിട്ടില്ല.